ഗുഡ് മോർണിംഗ് ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. ലൈഫ് ഇവൻറ്റ്സുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക, ഇല്ലെങ്കിൽ വിട്ട് കളയുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഇന്നത്തെ കാർഡെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നിങ്ങൾ ആരെങ്കിലുമായിട്ട് ഒരു ബന്ധത്തിൽ, ഒരു സ്നേഹബന്ധത്തിലാണ്, അല്ലെങ്കിൽ പ്രണയബന്ധത്തിലാണ്, ഒരു റിലേഷൻഷിപ്പിലാണ് എന്ന് തന്നെയാണ് നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത്. അതൊരു മ്യൂച്വലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് ആദ്യം തന്നെ ഇവിടെ കാണുന്നത്. രണ്ടാമത് വന്നത് 2 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ആ മ്യൂച്വൽ റിലേഷൻഷിപ്പിൽ ഇപ്പം ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കണ്ണ് കെട്ടിയിട്ടുണ്ട്, നിങ്ങൾ തന്നെ ചോയ്സ് എടുക്കണം. പക്ഷേ ഏതാണ് കറക്റ്റ്, ഏതാണ് റോങ് ആയിട്ടുള്ള വഴി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ആ കണ്ണിൽ കെട്ടിയിരിക്കുന്ന ഒരു കണ്ണിൽ കെട്ടിയിരിക്കുന്ന തുണി അഴിച്ചു മാറ്റിയാലേ നിങ്ങൾക്കറിയാൻ പറ്റുള്ളൂ ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, ഏതാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടതെന്നുള്ള കാര്യം. കൈ രണ്ടും ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കൈ കൊണ്ട് തുണി മാറ്റിയിട്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ പാത സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ചോയ്സ് എടുക്കേണ്ട ഒരു സമയമാണ്. നിങ്ങൾ സ്റ്റക്കാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെയധികം ചിന്തിച്ച് ആലോചിച്ചിട്ട് എപ്പോഴും നിങ്ങളെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മറ്റുള്ളവരെ ചൂസ് ചെയ്യുന്നതിനേക്കാൾ നിങ്ങളെ തന്നെ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ ഏതൊക്കെ രീതിയിൽ പറ്റും, ഓക്കെ, ആ രീതി തന്നെ എപ്പോഴും ചൂസ് ചെയ്യുക. അതായിരിക്കും ഏറ്റവും നല്ലൊരു മാർഗവും. അപ്പോൾ നിങ്ങൾക്ക് ഹാപ്പി ആവാൻ മറ്റൊരാളിൻ്റെ ഹെൽപ്പ് കൂടിയേ പറ്റുള്ളൂ എന്നുള്ളൊരു സ്ഥിതിയാണെങ്കിൽ അതൊന്നും കൂടെ ഒന്ന് റീതിങ്ക് ചെയ്യുക. നിങ്ങൾക്ക് മറ്റാരുമില്ലാതെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു പാത്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പാത്ത് നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, ദാറ്റ് വിൽ ഹെൽപ്പ് യു. അതിനുശേഷം വന്നിരിക്കുന്നത് ഏസ് ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. ഏസ് ഓഫ് വോൺസ് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്, പല വേയ്സ്, പല ഡിഫറെൻറ്റ് ജോബായിരിക്കും, അല്ലെങ്കിൽ പല രീതികളായിരിക്കും, പല ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്നാണ് പറയുന്നത് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഇതാരുടെ എനർജി ആണെങ്കിലും പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ചിന്തകളുണ്ട്. 8 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ തന്നെ ഇത് 8 ഓഫ് സോർഡ്സ് റിവേഴ്സാണ്. അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളെല്ലാം നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. 8 ഓഫ് സോർഡ്സ് റിവേഴ്സാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് തുടങ്ങൂ, അല്ലെങ്കിൽ ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ നെഗറ്റീവുകളെല്ലാം നമുക്ക് ഈ ഒരു നെഗറ്റീവ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ ആ നെഗറ്റീവുകൾ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് തുടങ്ങുക. ഓരോ കാര്യങ്ങൾ എടുത്തിട്ടും അതിൽ നമുക്ക് ഏത് രീതിയിലാണ് പോസിറ്റീവ് കാണാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് മുന്നോട്ട് പ്രവർത്തിക്കുക. 8 ഓഫ് സോർഡ്സ് നെഗറ്റീവ് എല്ലാം മാറി പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഒരു സമയമാണ്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചു തുടങ്ങാറായി എന്നാണ് പറയുന്നത്. അതിനുശേഷം കിട്ടിയിരിക്കുന്നത് 4 ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. 4 ഓഫ് വോൺസ് എന്ന് പറയുമ്പോൾ ഒരു വിവാഹം അല്ലെങ്കിൽ പാർട്ടി അങ്ങനെയുള്ള കാര്യങ്ങളാണ് 4 ഓഫ് വോൺസിൻ്റെ എനർജി പറയുന്നത്. ചിലർക്ക് ഒരു വിവാഹത്തിൻ്റെ സമയമായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കേണ്ട ഒരു സമയമായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒത്തുകൂടേണ്ട ഒരു വിവാഹ പാർട്ടി, ആഘോഷം, അതിനെയാണ് ഇവിടെ 4 ഓഫ് വോൺസിൻ്റെ എനർജി എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കണം ഏതെങ്കിലും രീതിയിൽ. ഓക്കെ, അടുത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. കിങ് ഓഫ് സോർഡ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളെ ആരോ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് വഴിയോ അല്ലെങ്കിൽ മെസ്സഞ്ചേഴ്സ് വഴിയോ പല കാര്യങ്ങളും നിങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അറിയുന്നുണ്ടതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ആ അറിവ് വെച്ചിട്ട് ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ ആളിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ, പിണങ്ങിയിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് മറ്റേയാളെ കുറിച്ച് റിലേഷൻഷിപ്പിലൊരു ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പല രീതിയിൽ. ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് വേറൊരാൾ അന്വേഷിക്കുന്നുണ്ട്, എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത എനർജി നോക്കാം. എന്ത് കൊടുത്തിരുന്നാലും ഇപ്പോൾ ബാലൻസ്ഡ് അല്ല എന്നുള്ളൊരു എനർജിയാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇത് കണ്ടോ, 6 ഓഫ് പെൻഡക്കിൾസ് റിവേഴ്സാണ്. 6 ഓഫ് പെൻഡക്കിൾസ് ഡയറക്റ്റായിട്ട് അപ്രൈറ്റായിട്ട് വന്നിരുന്നെങ്കിൽ പറയാമായിരുന്നു നിങ്ങൾ എന്ത് കൊടുത്തിരുന്നാലും നിങ്ങൾക്ക് ബാലൻസ് ആയിട്ട് കിട്ടാൻ ശ്രമിക്കണമെന്ന്. ഓക്കെ, അതായത് ഇപ്പോൾ എനർജി ആണെങ്കിലും സ്നേഹമാണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും മെറ്റീരിയൽ തിങ്സ് ആണെങ്കിലും എല്ലാം ബാലൻസ്ഡ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞേനെ. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 6 ഓഫ് പെൻഡക്കിൾസ് റിവേഴ്സാണ്. റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒന്നും ബാലൻസ്ഡല്ല. നിങ്ങൾ ഇമോഷൻസ് കൊടുക്കുന്നെങ്കിൽ പോലും അതും ബാലൻസ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നില്ല. മെറ്റീരിയൽസ് കാശ് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നില്ല. ഒരു കാര്യങ്ങളും നിങ്ങൾ കൊടുക്കുന്ന അളവിൽ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നില്ല എന്നുള്ളൊരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് എന്താണ് ഇതെന്ന്. അടുത്ത റിലേഷൻഷിപ്പിൽ ഒരു നറിഷ്മെൻറ്റിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. നമുക്ക് വേറെ എടുക്കാം. ഓക്കെ, അത് തന്നെ വന്നു. ഈ ഒരു നറിഷ്മെൻറ്റിൻ്റെ കാർഡ് നേരത്തെ ചാടി വന്നു, ഞാനത് എടുത്തില്ല, ഞാൻ തിരിച്ചു വെച്ചു. പക്ഷേ വീണ്ടും ഞാൻ ഷഫിൾ ചെയ്തിട്ടെടുത്തപ്പോൾ അത് തന്നെ വന്നു. ഈ ഒരു എനർജി പറയുന്നതെന്ന് വെച്ചാൽ 2 കാര്യമുണ്ട്. ഒന്ന്, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരോ ഒരാൾ പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസിയുടെ ഒരു സമയമാണ്, അല്ലെങ്കിൽ നറിഷ്മെൻറ്റിൻ്റെ സമയം. അതായത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഒരു മീ ടൈം എല്ലാം കണ്ടുപിടിച്ച് നിങ്ങളെ തന്നെ സന്തോഷവതിയായിട്ടും സന്തോഷവാന്മാരുമായിട്ടും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സെൽഫ് കെയർ ചെയ്യുക, അണിഞ്ഞൊരുങ്ങുക, ബ്യൂട്ടി പാർലറിൽ പോവുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു കുഴപ്പം എന്നുള്ളത് ചിന്തിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. മനസ്സിന് സന്തോഷമില്ലെങ്കിൽ, സന്തോഷിക്കാൻ ഇപ്പോൾ പറ്റുന്നേ ഇല്ലെങ്കിൽ പോലും ചെറിയ ചെറിയ ആശ്വാസത്തിനുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട ഒരു സമയമാണ് ഇത് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇതൊരു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഓക്കെ, ഒരു കെയറിങ്, ഒരു നറിഷ്മെൻറ്റ്, ഒരു മദർലി ഒരു ഫീലിങ്സ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഈ പ്രഗ്നൻ്റ് ലേഡീസ് എല്ലാം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യൂല, അവർക്ക് വേണ്ടിയിട്ട് കുഞ്ഞിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യൂല. അതിനെയാണ് നമ്മൾ കെയർ നറിഷ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു എനർജി ഇതിനകത്ത് വന്നിട്ടുണ്ട്. പലർക്കും പല രീതിയിലായിരിക്കും അത് വരുന്നത്. ഇനി ഇവിടെ വേറൊരു കാര്യം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ആരിൽ നിന്നെങ്കിലും ഒരു മെസ്സേജ് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സമയമായി എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആരോ ഒരാൾ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്, മെസ്സേജ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരുന്ന ഒരു മെസ്സേജ്, ഒരു ഇമെയിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് കിട്ടാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്, മെസ്സേജ് വരുന്നുണ്ട്. ഓക്കെ, അടുത്ത് നമുക്ക് ഒരു കാർഡും കൂടെ എടുക്കാം. ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവസാനത്തെ ഒരു കാർഡെന്ന് പറയുന്നത്, ഇന്നത്തെ റീഡിങ്ങിൽ പറഞ്ഞിരുന്നത് 9 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. 9 ഓഫ് വാണ്ട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ റിവേഴ്സാണ് വന്നിരിക്കുന്നത്. റിവേഴ്സ് കാർഡ് എന്ന് പറയുമ്പോൾ 9 ഓഫ് വാണ്ട്സ് നേരെ വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതോ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ റിവേഴ്സ് വന്നിരിക്കുന്നതുകൊണ്ട് മനസ്സിലാവുന്നത് നിങ്ങൾ പരിശ്രമങ്ങളൊക്കെ നിർത്തി ഭയങ്കരമായിട്ട് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്, ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നത് നിങ്ങളിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ചിലപ്പം എന്തെങ്കിലും ഇമോഷണൽ റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എൻ്റെ അടുത്തൊന്നും സംസാരിക്കുന്നില്ല എന്ന് പരാതി പറയുക, ആ പരാതിനെ ബേസ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നുവെങ്കിൽ അതൊക്കെ നിങ്ങളിപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് വെക്കും നിങ്ങൾ. അങ്ങനത്തെ ഒരു എനർജി കിട്ടിയിട്ടുണ്ട്. പക്ഷേ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ടൊരു ലക്ഷ്യമാണെങ്കിൽ, നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രഗിൾ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ചെയ്ത് മടുത്തു എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ റെസ്റ്റ് ചെയ്യുക. പക്ഷേ ഒരിക്കലും ക്വിറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, പക്ഷെ എനിക്കിവിടെ കണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ
ക്വിറ്റ് ചെയ്തു എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. ഇപ്പോഴത്തെ ഒരു എനർജിയിൽ നിങ്ങളെല്ലാം കൈവിട്ടു. നിങ്ങളിപ്പോൾ മനസ്സിൽ പറയുകയാണ് എന്ത് വേണമെങ്കിലും ആയിക്കോ എന്നുള്ള രീതിയിലുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പിൽ നിങ്ങൾ എഫേർട്ട് ഇടുന്നത് നിർത്തി. നമുക്ക് അടുത്ത അവസാനത്തെ ഒരു ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുന്നൊരു കാർഡ് എടുക്കാം. ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോഴും ആളോട് സ്നേഹം തന്നെയാണ്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ആളിനോട് എപ്പോഴും സ്നേഹം എന്ന് പറയുന്നൊരു കാര്യം തീരുന്നില്ല. എപ്പോഴും ഒരു പുതിയൊരു തുടക്കം പോലെ നിങ്ങൾ എഫേർട്ട്സ് ഇടുന്നത് നിർത്തിക്കാണും. പല കാര്യങ്ങളും നിങ്ങൾ നിർത്തിക്കാണും. ഓക്കെ, പ്രതീക്ഷകളെല്ലാം നിർത്തിയിട്ടുണ്ടെങ്കിൽ കൂടി എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോഴും ആളിനെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് എനിക്കിവിടുത്തെ ഒരു എനർജി വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ്സ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. വീണ്ടും മറ്റൊരു റീഡിങ്ങുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.